ഹലോ നമസ്കാരം എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് കേട്ടോ. എസ്പെഷ്യലി ട്യൂഷനൊക്കെ കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ടിഫിൻ ബോക്സിലേക്കും കുട്ടികൾക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു പനീർ മാഗി റോളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് പനീർ മാഗി റോള് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞുതരാം. വീഡിയോ കണ്ടാലോ? അപ്പോൾ പനീർ മാഗി റോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മാഗി തന്നെ റെഡിയാക്കേണ്ട കേട്ടോ. മാഗി നൂഡിൽസ്, അതിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഏതായാലും മതി, അത് ഒരു പാനിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് വെജിറ്റബിൾസാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. ഒരു കപ്പോളം ഉണ്ട് കേട്ടോ, ഒരു വലിയ കപ്പ് വെജിറ്റബിളാണ്. അപ്പോൾ അതിൽ ഞാൻ ഒരു ക്യാരറ്റ് ഉണ്ട്, ഒരു 3-4 ബീൻസ് നീളത്തിലാണ് കേട്ടോ നൈസായിട്ട് കട്ട് ചെയ്തത്. ഇനി ക്യാപ്സിക്കത്തിൻ്റെ പകുതി നൈസായിട്ട് കട്ട് ചെയ്തത്, ഒരു ചെറിയ ഒണിയൻ, അതുപോലെ ഒരു ചെറിയ പച്ചമുളക്, ഇതെല്ലാം വളരെ തിന്നായിട്ട് കട്ട് ചെയ്തത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ വെജിറ്റബിൾസ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് സാധാരണ ഫ്രൈഡ് റൈസിനൊക്കെ ചെയ്യും പോലെ തന്നെയാണ് കേട്ടോ. അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് 1 ടീസ്പൂണോളം പെപ്പർ പൗഡർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് എരിവിന് ഒരു 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചില്ലി ഫ്ലേക്സ് അത് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അവസാനം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യുക. ഇനി വേണ്ടത് നമുക്ക് 1 കപ്പ് പനീർ ഗ്രേറ്റ് ചെയ്തതാണ്, അതുകൂടെ ഇട്ട് കൊടുക്കാം. അത് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പൊടിച്ചെടുത്താലും മതിയാകും. അപ്പോൾ ഇതും നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് സോസ് ഒഴിക്കണം. 1.5 ടീസ്പൂൺ സോയ സോസാണ് ഞാൻ ഒഴിച്ചത്. 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറച്ച് മതി എന്നുള്ളവർ കുറച്ച് ഒഴിച്ചാൽ മതിയാകും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി വേവിച്ച് വെച്ചേക്കുന്ന മാഗി, നേരത്തെ ഞാൻ വേവിച്ച് വെച്ചതാണ്, അത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മാഗി എല്ലാവർക്കും അറിയാമല്ലോ കുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഓൾറെഡി നേരത്തെ ഞാൻ മാഗി ഒന്ന് വെള്ളത്തിൽ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്തു. ഇനി മാഗിയുടെ കൂടെ കിട്ടുന്ന ഒരു പാക്കറ്റില്ലേ, അത് മസ്റ്റൊന്നും അല്ല കേട്ടോ, പക്ഷേ ഇവിടെ പിള്ളേർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനൊരു 1/2 പാക്കറ്റ് മാത്രം അതിൻ്റെ ആ ഫ്ലേവർ ഇവിടെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്തു. അത് സാധാരണ അതിലെന്തൊക്കെയോ കെമിക്കൽസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറയാറുണ്ടല്ലേ, പക്ഷേ ഞാനിവിടെ ഇടാറുണ്ട്, പിള്ളേർക്ക് അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് റെഡിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വേറൊരു സംഗതി ഇവിടെ ഉണ്ട്, അതുകൂടെ ശരിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുട്ട എടുത്ത് ഓരോരോ മുട്ടയായിട്ട് എടുക്കണം. ഒരു മുട്ടയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വേറൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിനി ഓംലെറ്റിന് ഒഴിച്ചു കൊടുക്കും പോലെ മുട്ടയൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഗതി കേട്ടോ, ഇതിൻ്റെ ഔട്ടർ കവറിങ് എന്ന് വേണമെങ്കിൽ പറയാം. അതിന് നമുക്കിതുപോലെ മുട്ടയൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഓരോരോ മുട്ടയായിട്ട് നമുക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് വെക്കാനായിട്ട് ഞാനിവിടെ ചപ്പാത്തിയാണ് ശരിയാക്കി എടുത്തിട്ടുള്ളത്. നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചപ്പാത്തിയാണ്. അത് ആ നനവോടുകൂടി തന്നെ, അതായത് അത് വെന്ത് കിട്ടുന്നതിന് മുന്നേ, ഓംലെറ്റ് ആകുന്നതിന് മുന്നേ തന്നെ നമുക്കൊന്ന് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഒരുപാട് ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ ആ എഗ്ഗ് കരിഞ്ഞു പോവും. എന്നിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ചപ്പാത്തി നമുക്ക് നേരത്തെ റെഡിയാക്കി വെക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ആക്കുക. അപ്പോൾ ആ സൈഡും നന്നായിട്ട് ഫ്ലെയിം കൂട്ടി കൊടുക്കരുത് കേട്ടോ, ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് ചെയ്യുക. കാരണം ഓൾറെഡി ചപ്പാത്തി നമ്മൾ നേരത്തെ കുക്ക് ചെയ്തതാണ്. ഇനിയാണ് നമ്മളിതിൻ്റെ മറ്റ് സംഗതികൾ ചെയ്യാൻ പോകുന്നത്. സോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ മയണൈസ് ഉണ്ടെങ്കിൽ മയണൈസ് സ്പ്രെഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ സോസാണ് എടുത്തിട്ടുള്ളത്, ടൊമാറ്റോ സോസ്. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് കൂടെ നമുക്ക് നടുക്കോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ അത് റോൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നടുക്കോട്ട് തന്നെ ഫില്ലിംഗ് ഒരു 2 ടേബിൾ സ്പൂണോളം വെച്ച് കൊടുത്തിട്ട് നമുക്ക് മെല്ലെ ഒന്ന് റോൾ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ മീതെ നമുക്കിനിയിപ്പോൾ നിങ്ങൾക്ക് മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. ഞാനിവിടെ ആ നേരത്തെ മാറ്റി വെച്ച ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. ചീസ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. എന്നിട്ട് ഇങ്ങനെ മെല്ലെ റോൾ ചെയ്യുക. നമുക്കിനി ഒരു ബട്ടർ പേപ്പറിൽ വേണമെങ്കിലും ഇതിനെ ഒന്ന് ഫില്ലിങ്ങിനെ നമുക്കൊന്ന് മാറ്റി എടുത്ത് വെക്കാം കേട്ടോ. പിള്ളേർക്ക് കൊടുത്തേക്കാൻ ഈസി ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞും ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഓരോന്നും നമുക്കിങ്ങനെ ചെയ്യുക. അപ്പോൾ മുട്ട ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ ചപ്പാത്തി ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ അത് അതിനകത്ത് പിടിക്കത്തില്ല. വീണ്ടും ഇതുപോലെ ഞാൻ സോസ് ഒഴിച്ച് കൊടുക്കുന്നു, ഫില്ലിംഗ് വെക്കുന്നു.
അതിനെ റോൾ ചെയ്തെടുക്കുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് അല്ലേ. ഇങ്ങനെ ഇത് ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ വലിയ ആളുകൾക്കും ഇഷ്ടമാവും. നമുക്ക് വിശന്നിരിക്കുമ്പോൾ ഇതൊരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ് ഫില്ലാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുട്ടിയൊക്കെ ലഞ്ച് ബോക്സിന് കൊടുത്തേക്കാം, ടിഫിന്. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായല്ലോ, കുട്ടിയൊക്കെ എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു വിഭവം തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കമൻസൊക്കെ കമൻറ്റ് ബോക്സിലിടുക. പിന്നെ ചപ്പാത്തി ഒന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ ഉറപ്പായിട്ട് ഇഷ്ടമാകും കേട്ടോ. ഫില്ലിങ്ങിനകത്ത് നമുക്ക് ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വെക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്താണ് പനീർ ഞാനിവിടെ ചെയ്തെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാമേ. കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിന് നല്ല രസമാണല്ലേ. ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ പിള്ളേരുടെ ടിഫിൻ ബോക്സിൽ വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാകും കേട്ടോ. കൊച്ചു കുട്ടിയൊക്കെ ഇതൊക്കെ ഒരു നല്ല രസമായിട്ട് തോന്നും. അവർ കഴിച്ചോളും. വെജിറ്റബിൾസും അവരുടെ ഉള്ളിൽ ചെല്ലും. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിൻ്റെ ദേവ്സ് കുക്കിംഗ് വേൾഡ് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും സ്റ്റേ സേഫ് ആൻഡ് ഗുഡ് ബൈ.